ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വീട്ടില് പിന്നെ ഒരു വഴി ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ലക്ഷ്യം. അപ്പൊ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഇതുണ്ടാക്കിയിട്ടായിട്ട് നിങ്ങൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാം. 2,000 years later, 6.5 hours later, a few inches later, day 2, day 3, day 4, a few moments later, 1 eternity later, 3 days later, 12 seconds later, 3:28 a.m. 3 weeks later, many months later. So much later that the old narrator got tired of waiting and they had to hire a new one. Tomorrow for sure. Eventually, 12 o'clock midnight. 2 hours later. Meanwhile, 8:01 p.m. the next day. Later, 20 minutes later. 6 hours later. Several bad puns later. 1 hour later. 2 hours later. 3 hours later. Can you move it along? I'm all out of time cards. ഇരിപ്പ് കണ്ട ഞാൻ ദൂരത്തേക്ക് പോയി കാണിച്ചു തരാം. വീടും അതും നല്ല ഇതുണ്ടാവും. ഇരിപ്പ് കണ്ട നിങ്ങൾ എന്റെ മോനെ. ഇതങ്ങനെ ടെക്നോളജിയൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ കയറി നമ്മൾ പാത്തിലേക്ക് എത്തും. ചെറിയൊരു ഡിസൈനാണ്. ഇതാണ് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഞാനൊന്നും യൂസ് ചെയ്യാനൊന്നുമില്ല. ഒരുപാട് സമയം എടുത്തെന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുത്തിടാം. കാരണമില്ലേ, ഞാൻ ആദ്യം ഈ പില്ലർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഒരു തെറ്റാണ് നമുക്ക് തോന്നി. പിന്നെ ഇവിടെ എന്തോ ഞാൻ തെറ്റിച്ചിടാം. സോറി, എന്റെ മിസ്റ്റേക്ക്. നിങ്ങളെന്തായാലും കാണിക്കണമെന്നുണ്ടാവും ഗൈസ്. അതുകൊണ്ടായിരിക്കും ഇത് പോയത്. അതിൻ്റെ അടുക്ക് എന്റെ ആക്കം മൂട്ടി പെട്ടെന്നുള്ള ധൃതിയിൽ ഞാൻ ഉണ്ടാക്കിയ എക്സാണ് കേട്ടോ ഇത്. കാരണം വിചാരിക്കുന്നുണ്ടോ. പിന്നെ ഞാൻ ഒരു ഇതുകൊണ്ടു ഇതില് പെൻസ് കൊണ്ടുവന്നു. പുറത്തേക്കൊക്കെ തിരക്കുമല്ലോ പെൻസ് ഇട്ടാ അതിന്റെ മേത്തില്. ഇല്ല അത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് അറിയില്ല. അത് വേണമെങ്കിൽ തുറന്നു. സെറ്റ്. പിന്നെ ഇവിടെ ഞാൻ ലാൻഡം വെച്ചു, ഇവിടെ ഇത് വെച്ചു. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ വീട്ടിന് ചേർന്ന് വന്നൊരു തീം തന്നെ ഞാൻ വെച്ചു. ഇവിടെ ഈ സംഭവം ഉണ്ട്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ വലിയ രീതിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളോ വലിയ ഒന്നുമില്ല. അപ്പനെന്താ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇല്ലടാ, ഇൻവെന്ററി സോർട്ട് ചെയ്ത് നോക്കണം. അത് നിങ്ങൾ ഒപ്പം ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും മണി ഞാൻ ഒറ്റക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തിനും തന്നെ. അയ്യോ, അതെനിക്ക് വേണം. ഓക്കെ. പിന്നെ ഞാൻ മറ്റേ മരം അവിടെ നടാൻ പറ്റും. പിന്നെ ഫർണസ് ഉണ്ടാക്കണം. സ്റ്റോൺ നിങ്ങളാരും ഇത് ശ്രദ്ധിച്ചു നമുക്കറിയില്ല. ഞാൻ മറ്റേ അവിടെ പണി സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ വലിയൊരു ക്രീപ്പർ വന്ന് പൊട്ടി. ഞാൻ മരിച്ചില്ല, എന്തോ ഭയത്തിന് ഹാഫ് ഹാർട്ടിൽ നിന്നു. ബാക്കിലൊരു സ്കെൽട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യടാ. ഇത് അപ്പുറം റൂമിലേക്ക് എത്തുവോ? ഞാൻ ഇപ്പൊ അടുത്തേക്ക് ഇറങ്ങണം. ഇവിടെ കൊറേ സാപ്ലിങ്സ് കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ 4 ഞാൻ അവിടെ നടാൻ വെച്ചു. അതാണ് എന്നോട് പറയുന്നത്. നടാൻ വെച്ച് ഈ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആൾമാര് ഒരു പിന്നെ ലവറൊന്നും ഇല്ലാത്ത സംഭവമാണ്. അതാണ് തലോട് വേണം. അപ്പൊ വലിയ ലെങ്ത് ആക്കുന്നില്ല. ഇനി
ഫർണസ് ഒരു 2 ക്രാഫ്റ്റ് ചെയ്യാം. അത്ര തന്നെ. അപ്പൊ ഒരു 16 സ്റ്റോൺ. ഒപ്പിച്ച്. അതിനപ്പുറം ഒപ്പിച്ച്. അയ്യോ ഞാനങ്ങനെ തിരികെ കയറി. എന്നോടാണ് കളി. പിന്നെ ഈ വീഡിയോക്ക് ലേശം മൊച്ച കുറഞ്ഞുപോയി. ഓക്കെ, നമ്മളിത് കൊടുത്തിട്ട് എന്തിനാ കൈസ കൊണ്ട് നോക്കാം. എന്റെ മോനെ എനിക്ക് പറയുന്ന യൂട്യൂബറിനെ അറിയാമെങ്കിൽ അത് നോക്കി അവരുണ്ടാക്കുന്നത് നോക്കി ഉണ്ടാക്കിയ വീട് അവര് വേറെ ഒരു ഷേപ്പ്, എന്റെ വേറെ ഒരു ഷേപ്പ്. ഞാൻ അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ആയത് ഇങ്ങനെയാണ്. അതുകൊണ്ടാ 2 ഭാഗത്ത് ഡോർ. നമുക്കെന്തായാലും നമുക്ക് 2 ഫർണസ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. 2 ഫർണസ് വേണം, കാരണം നമുക്ക് ഇവിടെയാണ് സെറ്റപ്പ്. ഇങ്ങനത്തെ സെറ്റപ്പ് പിന്നെ ഒന്ന് ഹൈഡായിട്ട് ഇതാരും അറിയാത്തൊരു സ്ഥലം. നമ്മൾ 2 ഫർണസ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ക്ലിയർ സ്ഥലം. 2 ഫർണസ് ആകുമ്പോ പകടാവും. അവിടെ വെച്ചാ പോരെ. പിന്നെ ഈ ഫ്ലോർ ഞാൻ വെച്ചു. അതിന്റെ സൈഡിൽ ഇതേ കണ്ട ഇതൊക്കെ വെച്ച്, പിന്നെ ചെസ്റ്റ് ഒക്കെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.